സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 3 ജില്ലകളിൽ അതിതീവ്ര മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകൾക്കാണ് റെഡ് അലർട്ട്. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, ഇന്ന് തലസ്ഥാനത്ത് പരക്കെ മഴയായിരുന്നു. മറ്റു ജില്ലകളിലും അതേപടിയായിരുന്നു. ഓറഞ്ച് അലർട്ട്, റെഡ് അലർട്ട് 3 പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴ രാത്രിയും തുടരുമെന്നാണോ? തീർച്ചയായും സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 3 ജില്ലകൾക്കാണ് നിലവിൽ അതിതീവ്ര മുന്നറിയിപ്പായിട്ടുള്ള റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകൾക്ക് നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഈ മാസം 31-ാം തീയതി കൂടി തന്നെ സംസ്ഥാനത്ത് കാലവർഷം എത്തുമെന്നും കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിതീവ്രമായിട്ടുള്ള മഴയാണ് ലഭിക്കുന്നത്. കാറ്റിന്റെ വേഗതയിൽ ശക്തി വർദ്ധിക്കും. കടലോര മേഖലകളിലും അതുപോലെ തന്നെ മലയോര മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖലകൾ, അതായത് പ്രത്യേകിച്ചും മലയോര മേഖലകളിൽ അനാവശ്യ കാര്യങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യരുത് എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളക്കെട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ നേരത്തെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പല പ്രവർത്തനങ്ങളും പാതി വഴിയിലാണ്. അത്തരത്തിലുള്ള വീഴ്ചകളൊക്കെ ഈ മഴയ്ക്ക് മുന്നോട്ട് ഒരൊറ്റ രാത്രിയും പകലും മഴ പെയ്തപ്പോൾ തന്നെ തലസ്ഥാന നഗരത്തെ പലയിടങ്ങളും വെള്ളക്കെട്ടിലാണ്. എന്ത് നടപടിയാണ് മഴക്കാല പൂർവ്വം എന്ന നിലയ്ക്ക് സർക്കാർ എടുത്തത്? നിലവിൽ ഇതുവരെ, അതായത് കഴിഞ്ഞ 2 ദിവസമായി തുടർച്ചയായി 3 മണിക്കൂറിൽ കൂടുതൽ മഴ പെയ്തപ്പോഴാണ് സംസ്ഥാനത്ത് അല്ലെങ്കിൽ തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. നമുക്കറിയാം, കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ സമാനമായ രീതിയിൽ തന്നെയാണ് തലസ്ഥാനത്ത് വെള്ളക്കെട്ട് അല്ലെങ്കിൽ തുടർച്ചയായി മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത്. നിലവിലെ സാഹചര്യത്തിനനുസരിച്ച് 1998 പ്ലാനിംഗ് പ്രകാരം മാത്രമാണ് തലസ്ഥാനത്തെ വെള്ളക്കെട്ടുകൾ പരിഹരിക്കാനായിട്ടുള്ള പദ്ധതികൾ രൂപീകരിച്ചിട്ടുള്ളത്. അതിനുശേഷമുള്ള വെള്ളക്കെട്ടുകൾ ഏതൊക്കെ മേഖലകളിലാണ്, ഏതൊക്കെ തോടുകളിലൂടെയാണ് വെള്ളം കയറുന്നതെന്നും ഇതുവരെ ഒരുപക്ഷെ നഗരസഭയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അത്തരം പഠനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നിലവിൽ നഗരസഭയുടെ ഭാഗത്തുള്ളത് പഴവങ്ങാടി, തമ്പാനൂർ, ആമയഞ്ചാൻ തോട്, ഈ 3 തോടുകളുമാണ് ഈ തലസ്ഥാനത്തെ വെള്ളക്കെട്ടുകളെ സ്വാധീനിക്കുന്നതെന്നാണ് അവരുടെ വിലയിരുത്തൽ. പക്ഷെ അതിനുശേഷം എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഏതെല്ലാം മേഖലകൾ വെള്ളത്തിനടിയിലാകും, ഏതെല്ലാം മേഖലകളാണ് അപ്രതീക്ഷിതമായിട്ടുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നത് തുടങ്ങിയ പഠനങ്ങൾ നടത്താത്തൊരു വലിയ വീഴ്ചയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് തലസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ പല ഓടകളും അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വെള്ളം ഏതൊക്കെ പ്രദേശത്ത് പെട്ടെന്ന് വെള്ളം ഇരച്ചു കയറും, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ ഒരു പഠനങ്ങളും നടത്തുകയോ അല്ലെങ്കിൽ പരിഹാരം കണ്ടെത്തുകയോ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം ഡെപ്യൂട്ടി മേയർ എല്ലാ വർഷവും പറയുന്നത് പോലെ തന്നെ അത്തരത്തിലൊരു മറുപടിയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. അപ്രതീക്ഷിതമായിട്ടുള്ള മഴയാണ് ഇതിനൊക്കെ കാരണം. എന്തായാലും മൺസൂൺ എത്തുമെന്ന് സർക്കാരിന് എല്ലാ വർഷവും മൺസൂൺ ജൂൺ മാസത്തോടു കൂടി എത്തുമെന്നറിയാം. പക്ഷെ ഒരു മാസങ്ങൾക്ക് ശരി, മൺസൂൺ എത്തും മുമ്പേ പെരുമഴയാണ്. 2-3 ദിവസം അതിതീവ്ര മഴ തുടരാൻ സാധ്യതയുണ്ട് പല ജില്ലകളിലും. പക്ഷേ ഒരുക്കങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് നഗരങ്ങളിലെ കാഴ്ചകൾ. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.